മണിക്കുട്ടന് വിവാഹം ആയി എന്നും പ്രശസ്തയായ നടിയാണ് വധുവെന്നും ഒക്കെയാണ് സോഷ്യൽ മീഡിയയിൽ പരക്കുന്ന വാർത്തകൾ. എന്നാൽ മണിക്കുട്ടൻ അതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. എന്നാൽ തനിക്ക് വിവാഹം ഉടനെ ഉണ്ടാകും എന്ന് തന്നെയാണ് മണിക്കുട്ടൻ പറയുന്നത്. കായംകുളം കൊച്ചുണ്ണി എന്ന പരമ്പരയിലൂടെയാണ് മണിക്കുട്ടൻ അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. ബോയ് ഫ്രണ്ട് എന്ന ചിത്രത്തിലൂടെ സിനിമയിലും അരങ്ങേറി. ബിഗ് ബോസ് സീസൺ 3 വിന്നറായ ശേഷം നിരവധി ആരാധകരെയാണ് താരം നേടിയെടുത്തത്. അടുത്തിടെയായി മോഡലിംഗ് രംഗത്തും തിളങ്ങുന്നുണ്ട് മണിക്കുട്ടൻ. തന്റെ ഫ്ളാറ്റിനെ കുറിച്ചും മണിക്കുട്ടൻ പങ്കുവച്ചു. വർഷങ്ങളായി മലയാളികൾക്ക് പരിചിതമായ മുഖമാണ് മണിക്കുട്ടന്റേത്. ടെലിവിഷൻ പരമ്പരകളിലും സിനിമയിലും ബിഗ് ബോസിലൂടെയുമെല്ലാം പലപ്പോഴായി താരം മലയാളികൾക്ക് മുന്നിലെത്തി. ബിഗ് ബോസ് മലയാളം സീസൺ 3 വിന്നർ കൂടിയായിരുന്നു മണിക്കുട്ടൻ. ബിഗ് ബോസിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം അധികം സിനിമകളിലൊന്നും താരം അഭിനയിച്ചിട്ടില്ല. ഇപ്പോൾ വീണ്ടും സിനിമകളിൽ സജീവമാകാൻ ഒരുങ്ങുകയാണ് താരം. ഇപ്പോഴിതാ തന്റെ പുതിയ വിശേഷങ്ങൾ പങ്കുവച്ചെത്തിയിരിക്കുകയാണ് മണിക്കുട്ടൻ. ബിഗ് ബോസിന് ശേഷം വീട് വച്ച കാര്യവും മണിക്കുട്ടൻ പറഞ്ഞു. ബിഗ് ബോസിന് ശേഷം സ്വന്തമായി ഒരു വീട് വയ്ക്കാൻ സാധിച്ചു. ഞാൻ സീരിയലിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ വീട്ടിലുള്ള ഒരു മകനെ പോലെ അല്ലെങ്കിൽ സഹോദരനെ പോലെയാണ് എല്ലാവരും എന്നെ സ്നേഹിക്കുന്നത്. കുറച്ചുകൂടി അടിത്തറപ്പാകാൻ ബിഗ് ബോസിലൂടെ എനിക്ക് സാധിച്ചു. ബിഗ് ബോസ് എല്ലാ സീസണും നല്ലതാണ്. സ്വപ്നങ്ങളിലേക്ക് എത്തുക എന്നത് എല്ലാവർക്കും നടക്കുന്ന കാര്യമല്ല. പക്ഷേ ബിഗ് ബോസിലൂടെ വരുന്ന ആളുകൾക്ക് അവരുടെ സ്വപ്നങ്ങളിലേക്കുള്ള ഒരു ചിറകാണ്. ഒരുപാട് ഫെയിം കിട്ടുന്നുണ്ട്, സ്വീകാര്യത കിട്ടുന്നുണ്ട്, അവസരങ്ങൾ കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ സിനിമ ഫീൽഡ് മാത്രമല്ല, അവർ നിൽക്കുന്ന ഫീൽഡിൽ ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നുണ്ട്. ഞാൻ സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് സിനിമയെ ഒരുപാട് വിമർശിക്കുമായിരുന്നു. പക്ഷേ സിനിമയിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലായതും സിനിമയെ സ്നേഹിക്കാൻ തുടങ്ങിയതും. ബിഗ് ബോസിന്റെ ആദ്യത്തെ 2 സീസണുകളിലും ഞാൻ പലപ്പോഴും വിമർശിച്ചിട്ടുണ്ട്. മത്സരാർത്ഥിയായി എത്തിയപ്പോഴാണ് അതിലെ ബുദ്ധിമുട്ടുകളുടെയും ഷോയുടെ സത്യസന്ധതയും ഒക്കെ മനസ്സിലായത്. കായംകുളം കൊച്ചുണ്ണി എന്ന സീരിയൽ ഇല്ലായിരുന്നെങ്കിൽ ഈ ഇൻഡസ്ട്രിയിലേക്ക് വരിക എന്താണെന്ന് എനിക്കറിയില്ല. എന്നിട്ടും ഞാൻ കുറെ കാലം സ്ട്രഗിൾ ചെയ്തു. അതിൽ കുറച്ചുകൂടി ഒരു മാറ്റം തന്നത് ബിഗ് ബോസ് ആണ്. അതുപോലെ എത്രയോ പേരുടെ സ്വപ്നങ്ങൾ നിറവേറ്റുന്ന ഷോയാണ് അത്. ഒരു ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ടാക്സ് നമ്മൾ അടയ്ക്കണം. അത് നമ്മൾ അടച്ച് തിരുവനന്തപുരത്താണ് ഫ്ലാറ്റ്. ഇതിന്റെ ഇന്റീരിയർ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും മണിക്കുട്ടൻ വ്യക്തമാക്കി. SN സ്വാമി സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം ടൊവിനോയ്ക്കൊപ്പമുള്ള ഒരു ചിത്രവും മണിക്കുട്ടന്റേതായി പുറത്തു വരാനുണ്ട്.